മുനക്കൽ ബീച്ചിലെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ തള്ളി മുസിരീസ് പ്രൊജക്ട്സ്. എല്ലാ വികസന പ്രവർത്തനങ്ങളും സർക്കാർ ഉത്തരവുകളുടെയും മുസിരീസ് പ്രോജക്ട്സ് ബോർഡിന്റെ അംഗീകാരത്തിന്റെയും അടിസ്ഥാനത്തിലാണെന്നും പരിസ്ഥിതി സൗഹൃദ രീതിയിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. മുനക്കൽ ബീച്ചിലെ ടൂറിസം വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുസിരീസ് പ്രോജക്ട്സ് അറിയിച്ചു. 2019 DTPCയിൽ നിന്ന് ബീച്ചിന്റെ നടത്തിപ്പും പരിപാലനവും ഏറ്റെടുത്തതിനു ശേഷം 4,30 ലക്ഷം രൂപ ചെലവഴിച്ച് അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയതായും അധികൃതർ വ്യക്തമാക്കി. പദ്ധതിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം കേരള മാരിടൈം ബോർഡിന് നൽകുന്ന രീതിയിലുള്ള കരാർ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. മുനക്കൽ ബീച്ചിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തുന്നതിനായി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ, പരിസ്ഥിതി സൗഹൃദ ഗ്ലാമ്പിംഗ്, അഡ്വഞ്ചർ പാർക്ക്, വാട്ടർ സ്പോർട്സ് പദ്ധതികൾ എന്നിവ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള ഏജൻസികളെ സുതാര്യമായ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EOI നടപടികളിലൂടെയാണ് തെരഞ്ഞെടുത്തതെന്നും അധികൃതർ വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അനധികൃത നിർമ്മാണം എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും നിലവിൽ മഴക്കാലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, നിലവിലെ ചിൽഡ്രൻസ് പാർക്കിന്റെ നവീകരണം എന്നിവ മാത്രമാണ് നടക്കുന്നതെന്നും മുസിരീസ് പ്രോജക്ട്സ് അറിയിച്ചു. ഗ്ലാമ്പിംഗ് പദ്ധതിയുടെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും ഒരു മരം പോലും മുറിക്കാതെ പരിസ്ഥിതി സൗഹൃദ രീതിയിലാണ് പദ്ധതി നടപ്പാക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി. മുനക്കൽ ബീച്ചിനെ ലോകോത്തര പൈതൃക ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശികർക്കുള്ള തൊഴിലും സംരംഭക അവസരങ്ങളും വർദ്ധിപ്പിക്കുന്ന സുസ്ഥിര ടൂറിസം മാതൃകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുസിരീസ് പ്രോജക്ട്സ് അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.